Good afternoon, Miss. Good afternoon. How are you, Miss? I'm fine, thank you. What about you? I am fine. Indo. Miss, food കഴിച്ചോ? കഴിച്ചല്ലോ. മോള് കഴിച്ചോ? നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വരാൻ ചോറുണ്ടില്ല. എന്ത് പറ്റിയ അമ്മയാക്കി തന്നില്ലേ? അമ്മയോടെ കൂടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ക്ലാസ് കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. കഴിഞ്ഞിട്ട് കഴിക്കാൻ വെച്ചു. ഓക്കെ അല്ലേ? അപ്പൊ നല്ലോണം വിശക്കല്ലേ? ഓക്കെ. പിന്നെ നവമിയൊക്കെ പതുക്കെ ചോറൊക്കെ ഉണ്ട്, ക്ഷീണത്തിൽ എത്തുന്നല്ലേ? വരുന്നതേ ഉള്ളൂ. ജോഹാനയുണ്ട്. ഷഹബാബി, അനിൽ മാത്യു. Good afternoon, Miss. Good afternoon. Good afternoon, Miss. ഇത് പറയുന്ന സുഖം തന്നെയാണോ എല്ലാവർക്കും? സുഖം. മിസ് മ്യൂട്ട് ചെയ്തില്ല, പറഞ്ഞോ. ആരടങ്ങാൻ പഠിക്കുന്നത്? ജോഹാനോ? Don't bite your nails. Okay, that's a body habit. Good afternoon, Miss. Okay, good afternoon. How are you? Yeah, fine. Okay, നിങ്ങൾക്ക് സുഖാണോ? എന്താ സുഖം? How are you, Miss? Good afternoon, Miss. ഓക്കെ, ഞാൻ നിങ്ങളുടെ ഫോട്ടോ എടുത്തോട്ടെ. ഓക്കെ, സന ഇങ്ങോട്ട് നോക്കിക്കേ. സന നോക്കുന്നില്ലേ ഇങ്ങോട്ടോട്ട്? Okay, good afternoon. Okay. Mark your attendance, please. ഇതാണ് ഷഹ്മാവി. ആരാണ് കൈ ഉയർത്തത്? ആരാണ്? ഇതാരാണ്? ആരോടെ കൈ ഉയർത്തി? കുറെ പൂവും ഹാർട്ടും മൂന്നിലൊക്കെ വിട്ടിട്ടുണ്ട്. എന്താ പ്രശ്നം എന്ന് പറ. അതുപോലെ നിങ്ങൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് മാത്രം മതി. എന്ത് ചെയ്യും? നമ്മുടെ ഒരു ഷഹ്മ കെ ഉണ്ട്, ഒരു 1/2 പേജ് നിറച്ചുകൊണ്ട് ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുള്ള ഒരു പേര്. പിന്നെ അറ്റൻഡൻസ് മാർക്ക് ചെയ്ത ശേഷം ഞാൻ ഇതെടുത്ത് അയച്ചു തരാം. എന്ത് ബോറാ ചെയ്ത് വെച്ചിരുന്നറിയാമോ? അറ്റൻഡൻസ് മാർക്ക് ചെയ്താൽ നിങ്ങളുടെ പേര് മാത്രം മതി. അതിലൂടെ ചന്ദ്രനെ സൂര്യനെ ഒന്നും വേണ്ട. പേരും പ്രസന്റ് മിസ് ഒന്നും മാർക്ക് ചെയ്യുന്നുള്ളൂ. പേരും പ്രസന്റ് മീൻസ് മാത്രം മതി. പ്രസന്റ് മീൻസ് അടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ പേര് വരുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രസന്റ് ആണ്. ഒരു 1/2 പേജ് വെച്ചുകൊണ്ട് ഈ കാർഡിനുള്ളിൽ നിന്ന് വേണം ഞങ്ങൾക്ക് നിങ്ങളുടെ ഈ കുട്ടികളുടെ പേരെല്ലാം തപ്പിയെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓരോ 32 കുട്ടികൾ ഇതേ രീതിയിലുള്ള തുടങ്ങുന്ന അവസ്ഥ എന്താവും? ഇത് അവിടെ കണ്ടില്ല, ഷഹ്മ കെ ആണ്. ആഫ്റ്റർനൂൺ ക്ലാസ്സിൽ കണ്ടുമില്ല. Okay, 19 students are there. Okay, let us start. Okay, remaining. Good afternoon, Miss. അതാരാണാവോ? ആദ്യ പ്രതി. ആരാധ്യ പ്രതിച്ചു. ആദ്യ പ്രതി എവിടെ? കണ്ടില്ലല്ലോ ഞാൻ ആളെ. ഓക്കെ, ഞാൻ മ്യൂട്ട് ചെയ്യാൻ പോവാണേ. ഇനി വരുന്നവര് അറ്റൻഡൻസ് മാർക്ക് ചെയ്തോളാം. ഓക്കെ,
Next portion is microbes. Microbes are tiny living things. Page number 218, last portion. They can be seen only through a microscope. Microscopes are found everywhere. Microbes are found everywhere. They grow rapidly whenever they get warm, moisture, food, and air. They may grow in soil, in water, inside or outside our body, and in the bodies of other animals. Our mouth and blood provide favorable conditions for certain microbes. Some microbes causes diseases in human beings. Diseases causing microbes are called germs. However, some microbes are useful. Next is kinds of microbes. First one is bacteria. Second one is virus, protozoa, and fungi. Okay. The bacteria are single-celled microbes. ഒറ്റ സെല്ല് മാത്രമേ ഉള്ളൂ, വളരെ ചെറുതാണ്, സിംഗിൾ സെല്ലാണ്. നമുക്കറിയാം അവർ ബോഡി ഈസ് മേഡ് അപ്പ് ഓഫ് സെൽസ് അല്ലെ. എല്ലാ മൃഗങ്ങളുടെയും ശരീരം ഉണ്ടാക്കിയിട്ടുള്ള സെൽസ് കൊണ്ടാണ് അല്ലെ. എന്നാൽ അതിൽ ഒരു സെല്ല് മാത്രമുള്ള സാധനമാണ് നമ്മുടെ ഈ ബാക്ടീരിയ എന്ന് പറയുന്നത്. ദേ മേ ബി റോഡ് ഷേപ്പ്, കണ്ടോ നോക്കിയേ, ചിത്രം കൊടുത്തിട്ടുണ്ട്. ദേ മേ ബി റോഡ് ഷേപ്പ്, സ്പൈറൽ റൗണ്ട്, റൗണ്ട് ഉണ്ട്, സ്പൈറൽ ഷേപ്പ് ഉണ്ട്, റോഡ് ഷേപ്പ് ഒക്കെ ഉണ്ട്. അങ്ങനെ മൂന്നാമത്തെ ഷേപ്പിലുള്ള ഭാഗമാണ്. ഒറ്റ സിംഗിൾ സെല്ലാണ് ഉള്ളിൽ പോലും. Harmful bacteria can cause diseases like typhoid, tuberculosis, and pneumonia. Pneumonia വരുന്നതും ടൈഫോയിഡ് വരുന്നതും ട്യൂബർകുലോസിസ് ക്ഷയം എന്നൊക്കെ പല രോഗങ്ങൾ നമുക്ക് വരുന്നതാണ് ഈ ബാക്ടീരിയ. ആള് കുഞ്ഞനാണെങ്കിലും വീരനാണ് അല്ലേ. മൈക്രോബ്സ് ആർ ദ ഓൾഡസ്റ്റ് ഫോം ഓഫ് ലൈഫ് ഓൺ എർത്ത്. ഭൂമിയിലെ ഏറ്റവും ആദ്യ രൂപം എന്ന് പറയുന്നത് ഈ മൈക്രോബ്സ് ആണ്. They outnumber all the other living things on earth and make up most living matter. Most microbes do not cause disease. Okay, അത് നമ്മുടെ മൊത്തമുള്ള ജീവികളുടെ കണക്കെടുത്ത് നോക്കിയാൽ അതാരാണ്? ജൂലിയൻ ജോസ്. ഓക്കെ, എന്താ ജൂലിയന്റെ? ഓക്കെ, അപ്പൊ മൈക്രോബ്സ് ആർ ദ ഓൾഡസ്റ്റ് ഫോം ഓഫ്, ഏറ്റവും പഴയവര് ഇവരാണ്. മൈക്രോബ്സ് ആദ്യം ഉണ്ടായെന്നാ പറഞ്ഞത്. അവരുടെ നമ്പർ ഇപ്പോൾ ഉള്ള നമ്മുടെ എല്ലാ ജീവിവർഗത്തെ വെച്ച് നോക്കുമ്പോൾ അവരുടെ നമ്പർ കൂടുന്നത്. കാരണം അവര് ഓൺ ദ സ്പോട്ടാണ് അവരുടെ ഡെവലപ്മെന്റ്. മറ്റേതൊക്കെ വളർന്ന് വികസിച്ച് വലുതായി അത് ആയിലേക്ക് വരുന്ന ആ സമയം മതി. വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് ഇവര് മൾട്ടിപ്ലൈ ചെയ്തില്ല. അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന്. എങ്കിലും അധികവും നമുക്ക് രോഗങ്ങളൊന്നും വരുത്തുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എപ്പോഴും രോഗം വന്ന് എപ്പോഴും അവസ്ഥയിൽ ഇരിക്കാൻ സാധ്യത അല്ലേ. പക്ഷെ എന്നാലും നെക്സ്റ്റ് ഈസ് വൈറസ്. Viruses are the smaller than bacteria and can seen only through powerful microscope. ഉണ്ടോ, ഇതിനേക്കാളും ചെറിയവന്മാരുണ്ട്, അവരാണ് വൈറസസ്. അവരെ നമുക്ക് പവർഫുൾ മൈക്രോസ്കോപ്പ്, ശക്തിയേറിയ മൈക്രോസ്കോപ്പ് കൊണ്ട് മാത്രമേ വൈറസിനെ കാണാൻ പറ്റുള്ളൂ. They cause disease like chickenpox, flu, plague, dengue and common cold. നമ്മുടെ ജലദോഷമൊക്കെ വരുന്ന വൈറസ് ആണ്. ഓക്കെ, അതുപോലെ ഫ്ലൂ, പോളിയോ, ഡെങ്കി, ചിക്കൻ പോക്സ് തുടങ്ങിയ രോഗങ്ങളെല്ലാം വരുന്ന വൈറസുകളാണ്. അത് ഓരോന്നിനും പേരുണ്ട് കേട്ടോ. ഓരോ രോഗം വരുന്ന വൈറസിനും ബാക്ടീരിയക്കും ഒക്കെ പേരുണ്ട്. അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണ്ട, ജസ്റ്റ് ഒന്ന് ഒരു അവയർനെസ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പ്രോട്ടോസോവ. എന്താണ് പ്രോട്ടോസോവ? ഓൾസോ ആർ സിംഗിൾ സെൽഡ് മൈക്രോബ്സ്. ഡിസീസസ് ലൈക്ക് മലേറിയ, ഡിസെൻട്രി കോസ്ഡ് ബൈ പ്രോട്ടോസോവ. ഓക്കെ, സാന മൻസൂർ മിസ്സല്ലേ? എന്താ അലൻ മാത്യു, ഫാത്തിമ, ഷഹ്മ, ഷഹ്മ നിന്റെ വീഡിയോ ശരിക്കും വെച്ചേ. വീഡിയോ പ്രോപ്പർ ശരി വെച്ച് തല കുത്തിയിരിക്കുന്നത്. ഷഹ്മാക്കെ, ക്യാൻ യു ഹിയർ മീ? അൺമ്യൂട്ട്. ഷഹ്മാക്കെ പോയോ? ഷഹ്മ അൺമ്യൂട്ട്. ഇതാണ് തുടങ്ങി അള്ളുണ്ടോ? പ്രസന്റ് ഷഹ്മാമീസ്, പ്രസന്റ് ഷഹ്മാമീസ്, പ്രസന്റ് ഷഹ്മാമീസ്. ഇപ്പൊ തന്നെ ഒരു 5 ക്ലാസ് ഇത്രയും നേരം കുത്തിയിരുന്ന അവള്, ഞാൻ നേരത്തെ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, ആ പണി ചെയ്തോണ്ടിരിക്കും. ഈ ഇത്രയും സമയത്തിനുള്ള അവൾ 5 പ്രാവശ്യം എഴുതി വെച്ചു ഷഹ്മാക്കെ പ്രസന്റ് ആണെന്ന്. മോള് രാവിലെ ചാറ്റ് ബോക്സിൽ ഇട്ട് എന്റെ ഒരു സ്ക്രീൻ ഷെയർ ഇട്ട് ഞാൻ നിനക്ക് ഇട്ട് തരട്ടെ. ക്ലാസ്സിൽ 40 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ആ 40 മിനിറ്റ് നീ കുത്തിയിരുന്നത് തന്നെയായിരുന്നു പരിപാടി. ഞാൻ ഇപ്പൊ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം. രാവിലെ നീ എന്താ ചെയ്യുന്നത്? ഞാൻ നിന്നെ വിളിക്കാൻ വേണ്ടി നമ്പർ എടുത്താണ്. എനിക്ക് വേറെ സമയം പോയതുകൊണ്ടാണ് ഞാൻ നിന്നെ പേഴ്സണലി വിളിക്കാതിരുന്നത്. എന്തായി കാണിക്കുന്നത്? ഒരു പ്രാവശ്യം പ്രസന്റ് അടിച്ചാൽ പോരെ? ഒരു 1/2 പേജ് മുഴുവൻ അടിച്ചു വെച്ചിരിക്കുകയാണ്. അതിപ്പോ ഞാൻ മറ്റേ പിള്ളേരോട് പറഞ്ഞതേ ഉള്ളൂ. നീ ഇപ്പൊ കേറിയ നിമിഷത്തിനുള്ളിൽ തന്നെ നീ 5 പ്രാവശ്യം അടിച്ചു വെച്ചു അല്ലേ? അതോ ക്ലാസ്സിൽ ശ്രദ്ധിക്കുകയാണോ ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണോ ചെയ്യുന്നത്? റയറായിട്ട് ക്ലാസ്സിൽ കയറാറുള്ളൂ. നിനക്ക് ഓർമ്മയുണ്ടോ എന്താണ് ഈ ക്ലാസ്സിൽ കയറുന്നത്?
കയറി കഴിഞ്ഞാൽ കുരുത്തക്കേടുവാണ് അല്ലേ? ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. Next one is protozoa. Protozoa are single-celled microbes. Diseases like malaria and dysentery are caused by protozoa. Next, fungi. Singular is fungus. Okay. And microbes which grow on decaying matter and cause skin diseases like ringworm and athlete's foot. അടുത്തത് ഫംഗസ് ആണ് അല്ലെ ഫഞ്ചൈ ആണ്. മൈക്രോബ്സ് വിച്ച് ഗ്രോ ഓൺ ഡീക്കേയിങ് മാറ്റർ, തീഞ്ഞുകൊണ്ടിരിക്കുന്ന വസ്തുക്കളിൽ പ്രവർത്തിക്കുന്നതാണ്. അതിൻ്റെ നമ്മുടെ ഈ വളങ്കടി എന്ന് പറയലേ, നമ്മുടെ കാലിലൊക്കെ ചോർന്ന് കൂട്ടുന്ന വളങ്കടിക്ക് അതുപോലെ നമ്മൾ കുറേ സമയം വെള്ളത്തിലിരിക്കുമ്പോൾ നമ്മുടെ കാലിൻ്റെ സ്കിൻ ഇങ്ങനെ ഒരുമാതിരി ഇതായി വരത്തില്ലേ, അതുപോലെ ഒന്നാണ് അത്ലറ്റിക് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷൂ ഒക്കെ കുറേ സമയം ഇങ്ങനെ ഇട്ടുമ്പോൾ കാലിലിങ്ങനെ വേർത്ത് കൂടിയിട്ട് കാലിൻ്റെ വിരലൊക്കെ ചുമന്ന് തടിച്ചിട്ട് വരുന്നതാണ് അത്ലറ്റിക് ഫുഡ് എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ എന്താണ് സെൽന? അൺമ്യൂട്ട് ചെയ്തേ. മിസ്സിന്റെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് കേൾക്കുന്നുള്ളു, ചില ക്ലിയർ ആവുന്നില്ലേ? One second, please. Okay, is it clear now? Is it clear now? ആണോ അലൻ മാത്യു? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, സെലിന കേൾക്കാൻ പറ്റുന്നുണ്ടോ നമ്മളെ ഇപ്പൊ? ക്ലിയർ ആയോ? ഓക്കെ, ഗുഡ്. Next is some microbes are useful. Some fungi are useful. A type of fungi is help us to make bread soft. അല്ലേ, ബേക്കറിയിലൊക്കെ ബ്രെഡ് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എന്താ ചെയ്യുന്നത്? ഈസ്റ്റ് ആണ് അല്ലേ. ഈസ്റ്റ് സിംഗിൾ സെൽഡ് ഇതാണ്. സോ സം ബാക്ടീരിയ ആർ ഓൾസോ ഹെൽപ്ഫുൾ. ദേ ചേഞ്ച് മിൽക്ക് ഇൻ ടു കേഡ്. നമ്മൾ പാല് എന്താ പറയുക ഉറയൊഴിച്ച് തൈരാക്കുമെന്ന് പറയില്ലേ, അതിനെന്താ നമ്മൾ ചെയ്യുന്നത്? തിളച്ച പാല് തിളപ്പിച്ച് തണുത്ത് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് തൈര് ഒഴിക്കുക ചെയ്യുന്നത് അല്ലേ. ഈ തൈര് എന്താ ചെയ്യുന്നത്? അതിനകത്തുള്ള ബാക്ടീരിയ ആണ് പാലിൽ പ്രവർത്തിച്ചിട്ട് അതിനെ തൈരാക്കി മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ ശരിയായ പാലിനേക്കാൾ ഇരട്ടി ഗുണമാണ് തൈരിനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ബാക്ടീരിയകൾ കൊണ്ട് നമുക്ക് ഉപദ്രവം മാത്രമല്ല ഉപകാരവുമുണ്ട്. ബ്രെഡ് സോഫ്റ്റ് ആകാൻ ഉപയോഗിക്കാം, ചേഞ്ച് മിൽക്ക് ഇൻ ടു കേർഡ് തൈരാക്കി മാറ്റാൻ വേണ്ടി സഹായിക്കാം. നെക്സ്റ്റ്, പ്രൊഡ്യൂസ് വിറ്റാമിൻസ് ഇൻ അവർ ബോഡി. ചില നമ്മുടെ ഈ വൈറസുകളാണ് മൈക്രോബ്സ് ആണ് വിറ്റാമിൻസുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നെക്സ്റ്റ് ഇൻ ദ റോട്ടിംഗ് ഓഫ് ഡെഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അല്ലെ. എന്തെങ്കിലും മൃഗങ്ങളോ മരങ്ങളോ ഒക്കെ കടപുഴ വീണിട്ടുണ്ടെങ്കിലും മൃഗങ്ങളൊക്കെ ചത്തുപോയിട്ടുണ്ടെങ്കിൽ അവിടെ അതുപോലെ തന്നെ കിടന്നാല് ഈ ഭൂമിയുടെ അവസ്ഥ എന്നാലോചിച്ച് നോക്കിക്കേ. ഇതുവരെ മരിച്ചുപോയ ചത്തുപോയ മൃഗങ്ങളും വീണ മരങ്ങളും എല്ലാം ഇങ്ങനെ ഭൂമിയിലെങ്കിൽ ചെയ്യാതെ കിടക്കുക. അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറ്റുന്നുണ്ടോ? അത് ചവിട്ടി നമുക്ക് നടക്കാൻ പറ്റുമോ? മറ്റുള്ളവർക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പൊ അവര് ഡീകേ ചെയ്യണം അല്ലേ. ദേ മസ്റ്റ് ബി ഡീകേ. ആ ഡീകേ ചെയ്യാൻ സഹായിക്കുന്നത് ഇങ്ങനെയുള്ള മൈക്രോബ്സ് ആണ്. നെക്സ്റ്റ്, ഹെൽപ്പ് ഇൻ ഡൈജഷൻ ഓഫ് റഫേജ് ഇൻ ആനിമൽസ്. ഉണ്ടോ? റഫേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാര്, അതിൻ്റെ ഫൈബർ കണ്ടന്റ് ആണ് റഫേജ് എന്ന് പറഞ്ഞത്. ഈ ആനിമൽസ് എസ്പെഷ്യലി ഹെർബിവോറസ് പ്ലാന്റ്സ് ഈറ്റ് എ ലോട്ട് ഓഫ് പ്ലാന്റ്സ് അല്ലേ. സോ അപ്പോൾ അവരെ അതിലെ ഡൈജഷന് സഹായിക്കുന്നത് ഈ ചില വൈറസുകളാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മളുടെ ഇതുവരെയുള്ള ഫസ്റ്റ് സെം എക്സാമിന് വേണ്ടിയുള്ള പോർഷൻസ് എല്ലാം തീർന്നിട്ടുണ്ട്. 1 to 6 ചാപ്റ്റർ ആണ്. ഇതുവരെ ഉള്ളതിന്റെ എല്ലാത്തിൻ്റെ നോട്ട് മിസ് തന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും റിവിഷനും ക്ലാസ് ടെസ്റ്റും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ലാസ്റ്റ് ചാപ്റ്ററിന്റെ ഇന്നത്തെ അതിന്റെ ക്ലാസ് ടെസ്റ്റ് ആണ് നമ്മുടെ കമ്മിങ് സാറ്റർഡേ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? അപ്പൊ ഇനി ആരെങ്കിലും മിസ്സിന് 1-2 കുട്ടികളോട് നോട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട്, അവർ മസ്റ്റായിട്ട് എനിക്ക് അയച്ചു തന്നിരിക്കണം. ഇല്ല ഞാൻ ഇനി പേര് വിളിച്ച് വിളിക്കും, നിങ്ങളെ ക്ലാസ്സിൽ നിന്ന് ഞാൻ വിളിക്കും. പറഞ്ഞ മനസ്സിലായല്ലോ? ഐ ആം ഡാം സീരിയസ്. ആരും ഉഴപ്പണ്ട. വളരെ നല്ല കുട്ടികളുണ്ട്, എനിക്കറിയാം. മിസ് പറഞ്ഞ ഓൺ ദ സ്പോട്ട് ചെയ്യുന്ന കുട്ടികളുണ്ട്. ആ ചെക്ക് പോയിന്റ് ഒക്കെ ചെയ്ത് അയക്കാൻ പറഞ്ഞാൽ മിസ് വീട്ടിലെത്തുന്നതിന് മുമ്പേ അത് റെഡിയായി അവർ സെൻഡ് ചെയ്തിട്ടുണ്ടാവും. എന്താ ഷഹമ വി അൺമ്യൂട്ട് ചെയ്തേ? അൺമ്യൂട്ട് യുവർസെൽഫ്. പരീക്ഷ എഴുതാൻ പറ്റൂല. എന്ത് പറ്റി? കേട്ടില്ല. സാറ്റർഡേ എനിക്ക് എഴുതാൻ പറ്റൂല. എന്താ കാര്യം? എന്റെ ഉമ്മാന്റെ ഏച്ചിയുടെ മോളെ കല്യാണാന്ന്. അത് കഴിഞ്ഞ് വന്നിട്ട് എഴുതാം കേട്ടോ. ഓക്കെ,
അപ്പോൾ ഇതുവരെ 5th ചാപ്റ്ററിന്റെ എക്സാം എത്ര നിങ്ങൾ തന്നെ നിങ്ങളുടെ MS ബുക്ക് എടുത്ത് നോട്ട് നോക്ക്, എത്ര എക്സാം എഴുതി, ഓരോ എക്സാമിന് എത്ര മാർക്ക് വെച്ച് കിട്ടി നോക്കാം കേട്ടോ. എന്നിട്ട് ഉഴപ്പൊന്ന് തീരുമാനിക്കുക എങ്ങനെയാണെന്ന്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ജസ്റ്റ് ഒരു റിവിഷനിലേക്ക് പോവാം. നമുക്ക് ഇനി ഇത് ലാസ്റ്റ് ടൈമാണ്, വേറെ സമയം കിട്ടില്ല. അപ്പൊ നോക്കുക, ചാപ്റ്റർ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, ചാപ്റ്റർ 1 എന്തായിരുന്നു? പ്ലാന്റ്സ് പ്രിപ്പയറിംഗ് ആൻഡ് സ്റ്റോറിംഗ് ഫുഡ് അല്ലേ? അതിന്റെ മെയിൻ പോയിന്റ് ക്ലോറോഫിൽ ആണ്. ദ പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ ഹെൽപ്പ് പ്രൊഡ്യൂസിങ് ഫുഡ് അല്ലേ? പിന്നെ അതുപോലെ അതിന് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ തിങ്സ് നീഡ് ഫോർ പ്രിപ്പയറിംഗ് ഫുഡ്? ദേ ആർ വാട്ടർ, കാർബൺ ഡയോക്സൈഡ്, ക്ലോറോഫിൽ അല്ലേ, ആൻഡ് സൺലൈറ്റ്. ക്ലിയർ? ദെൻ പാർട്സ് ഓഫ് എ ലീഫ് എന്തൊക്കെയാണത്? സൈഡ്, മെയിൻ വെയിൻ, സൈഡ് വെയിൻ ആൻഡ് മിഡ് റിബ്. Then extra food is stored in the form of starch. പിന്നെ next is photosynthesis take place in a leaf. എന്താണ് ഷഹ്മാക്കയ്ക്ക് എന്ത് പറ്റി? നെക്സ്റ്റ് unusual plant അല്ലേ? Molds and mushrooms are non-green plants. Then next is why balance is essential in life. Then what is mean by Vanamahotsava? എന്താ അലൻ മാത്യു കണ്ണ് വിളിച്ചു പോകുന്നുണ്ടല്ലോ, പേടിച്ചിട്ടാ ആ കൂടെ വണ്ടടിച്ചിരിക്കുന്നേ? അപ്പോൾ എന്താണ് വനമഹോത്സവം എന്നുള്ളത്? ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചാപ്റ്റർ ഫസ്റ്റ് പീരിയഡിക് എക്സാമിന് വന്നുകൊണ്ട് only 25% മാർക്ക് മാത്രമേ ക്വസ്റ്റ്യൻ മാത്രമേ അതിൽ നിന്നുണ്ടാവുള്ളൂ, ബാക്കി റിമൈനിങ് പോർഷൻസ് ആയിരിക്കും. ഓക്കെ. ദെൻ സെക്കൻഡ് ചാപ്റ്റർ പാർട്സ് ലീവിങ് ആൻഡ് സർവൈവിങ്. അതിനകത്തുള്ളത് ടെറസ്ട്രിയൽ പ്ലാന്റ്സ്. വാട്ട് ഈസ് മീൻ ബൈ ടെറസ്ട്രിയൽ? ആൻഡ് എക്സാമ്പിൾ ഫോർ trees in hilly areas, in plains, in hot and damp areas, in deserts, in marshy areas, and that especially mangroves. Then next is aquatic plants. What is mean by aquatic plants? Why? What are the adaptations for that? Next is floating plants. Water, hyacinth and lettuce. Example for floating plant, example for fixed plants, and what are the special features of leaves? Then underwater plant. പിന്നെ വാട്ട് ആർ ദ യൂസസ് ഓഫ് ഗ്രാസ് ഫാമിലിയുടെ ഉപയോഗം. പിന്നെ റെയിൻ ഫോറസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? അൺയൂഷ്വൽ പ്ലാന്റ്, അതായത് പിന്നെ ഇൻസെക്ടിവോറസ് പ്ലാന്റ്. ഏതൊക്കെയാണ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്? വീനസ് ഫ്ലൈ ട്രാപ്പും സൺഡ്യൂവും പിക്ചർ പ്ലാന്റും. ക്ലിയർ? ദെൻ തേർഡ് ചാപ്റ്ററിൽ ആനിമൽസ് ഹൗ ലൈഫ് ഗോസ് ഓൺ. ദാറ്റ് ഈസ് that is reproduction, and some animals give birth to young ones. Mammals, എന്താണ് മാമൽസിന്റെ പ്രത്യേകത എന്നുള്ളതാണ്. ഏറ്റവും സ്മോളസ്റ്റ് ആരാണ്? മോസ്റ്റ് ഡെവലപ്ഡ് among all are mammals, isn't it? And the kitties hog-nosed bat is the smallest mammal. Then care of young ones. പിന്നെ സം ആനിമൽസിലെ എഗ്സ്. എക്സാമ്പിൾ മിസ് അതിന്റെ പിക്ചറൊക്കെ കാണിച്ചു തന്നല്ലേ ഇതൊക്കെ എഗ്ഗിനകത്തുള്ളത്. പിന്നെ അതർ എഗ് ലേയിങ് എക്സാമ്പിൾസിലെ ഫ്രോഗും ഫിഷിന്റെയും അല്ലേ. ദെൻ റെപ്റ്റൈൽസിലെ ലിസാർഡ്സ്, പിന്നെ ടർട്ടൈൽസ്. പിന്നെ ലൈഫ് സൈക്കിൾ ഓഫ് ഫ്രോഗ്, ലൈഫ് സൈക്കിൾ ഓഫ് ക്രോക്കോച്ച് അല്ലേ. എത്രയുണ്ട്? ഗ്രാസ് ഹോപ്പറിനും ക്രോക്കോച്ചിനും 3 ലൈഫ് സൈക്കിൾ ആണ് ഉള്ളത്. എന്നാൽ 4 ലൈഫ് സൈക്കിൾ ഉള്ളത് ആരാണ്? 4 ലൈഫ് സൈക്കിൾ ഉള്ളത് ആരാണ്? ബട്ടർഫ്ലൈ അല്ലേ. ഓക്കെ. ദെൻ മാഗോട്ട് എന്താണ്? ലാർവ ഓഫ് ഹൗസ് ഫ്ലൈ ആണ് മാഗോട്ട്. ലാർവ ഓഫ് എ ഹൗസ് ഫ്ലൈ ഈസ് കോൾഡ് മാഗോട്ട്, ആൻഡ് ലാർവ ഓഫ് ബട്ടർഫ്ലൈ ഈസ് കോൾഡ് കാറ്റർപില്ലർ അല്ലേ. ദെൻ നെക്സ്റ്റ് അൺസ്കാബിൾ നമ്പേഴ്സ് ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. ഓക്കെ, 1 വേർഡും ആൻസർ ദ ഫോളോയിങ് ഉണ്ട്. പിന്നെ ഓപ്ഷൻസ് തന്നെ ബ്രാക്കറ്റ് തന്നിട്ട് എഴുതാനുള്ളതൊക്കെ ഉണ്ട്. ഒന്നുപോലും വിടാതെ പഠിക്കണേ. നെക്സ്റ്റ് ഈസ് ഫോർത്ത് ആനിമൽ ലീവിങ് ആൻഡ് സർവൈവിങ്. അതിൻ്റെ അകത്ത് അഡാപ്റ്റേഷൻ ടു എൻവയറമെന്റ്. ഫസ്റ്റ് വൺ ഈസ് ടെറസ്ട്രിയൽ ആനിമൽസ്. ജസ്റ്റ് ലൈക്ക് ടെറസ്ട്രിയൽ പ്ലാന്റ്സ്, ഹിയർ വി ആർ സ്റ്റഡിങ് ടെറസ്ട്രിയൽ ആനിമൽസ്. Then what is the special features for
terrestrial animals. Then what is hibernation? What is meant by hibernation? എന്താണ് hibernation? Sleeping for a long time. അല്ലേ? Aquatic animal. Aquatic animal എന്നാൽ വെള്ളത്തിൽ ജീവിക്കുന്നത്. Next amphibian. Amphibian എന്നാൽ വെള്ളത്തിലും കരയിലും ജീവിക്കാൻ പറ്റുന്നത്. And their special features are their body features. അല്ലെ? അതിന് അവരെ സഹായിക്കുന്ന അവരുടെ ശരീരത്തിന്റെ പ്രത്യേകതകൾ. Next is aerial animals. അല്ലെ? Flying animals ആണ് aerial, aerial. ഇല്ലേ? ഹസന ഷറിന് എന്താ ചെയ്യുന്നത്? അവിടെ ആരാ പോകുന്നേ? Listen here. കുറച്ച് സമയം നമുക്ക് മുമ്പിലുള്ളൂ. ഓക്കെ, ഏരിയൽ ആനിമൽസ് പറഞ്ഞാൽ ഫ്ലൈയിങ് ചെയ്യുന്നതാണ്, ബേർഡ്സ്, ഇൻസെക്ട്സ്. ഓക്കെ, നെക്സ്റ്റ് അബോറിയൽ ആനിമൽസില് ഓപ്പോസവും മങ്കീസും ഒക്കെ അവര് അധിക സമയവും എന്താ ചെയ്യുന്നത്? മരത്തിന് മുകളിലാണ് ജീവിക്കുന്നത്. ഇനി അഡാപ്റ്റേഷൻസ് ഫോർ ഫുഡില് പിന്നെ ഹെർബിവോറസ്. എന്താണ് ഹെർബിവോറസ്? വാട്ട് ഈസ് മീൻ ബൈ ഹെർബിവോറസ്? വാട്ട് ഈസ് മീൻ ബൈ ഹെർബിവോറസ്? എന്താ സെൽന? അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തേ. പറഞ്ഞോ പറഞ്ഞോ മോളെ, അൺമ്യൂട്ട് ചെയ്തോ. ഓപ്ഷൻ വരുന്നില്ല. ഓക്കെ, റെഡി. പറഞ്ഞോ. ഇതിനെ മോള് വിളിച്ചേ. കേട്ടില്ല? കേട്ടില്ല മോളെ, പറഞ്ഞേ. ആൻസർ പറയാൻ വേണ്ടി നോക്കിയതാ. Okay, next is amphibian, aerial, arboreal. Next, adaptation for food. Herbivores means plant eating. Herbivores means plant eating. Carnivores means flesh eating. And omnivores means both plant and flesh eating. Okay. Next is parasite. And that parasite. Some animals live on or inside bodies of other animals for food is called parasite. Adaptations for protection. Protection house flies, fish, frog, okay, they can move very fast. Speed on our direction. And the whales, elephant, and hippos use their too big to be eaten. Zebras and tigers mix with their surroundings and camouflage. Next, polar region. Classes test it. In polar region, Arctic foxes have brown coats in summer. That autumn, some അങ്ങനെ ഓപ്ഷൻ പോലും മിസ് തന്നിട്ടില്ലായിരുന്നു. ഓപ്ഷൻ ഇല്ലാത്ത ഉത്തരങ്ങൾ വരെ എഴുതിയിട്ടുണ്ട്. നോക്കിക്കേ. ഇൻ പോളാർ റീജിയൻ ആർട്ടിക് ഫോക്സസ് ഹാവ് ബ്രൗൺ കോട്ട്സ് ഇൻ സമ്മർ ബട്ട് ഗ്രോ വൈറ്റ് ഫർ ഇൻ വിന്റർ. തണുപ്പ് കാലത്ത് അത് വെള്ളയായി മാറും, കാരണം ആ സമയത്ത് മഞ്ഞ ഉണ്ടാവും. മഞ്ഞിന്റെ കളറ് സ്നോയുടെ കളറ് വൈറ്റ് അല്ലേ, അപ്പൊ അതുമായിട്ട് മാച്ച് ചെയ്യണ്ടേ, അതുകൊണ്ടാണ് വൈറ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, തന്നെ അതുപോലെ നെക്സ്റ്റ് ഇസ് ഇൻസെക്ട് ലൈക്ക് ദ സ്റ്റിക്ക് ഇൻസെക്ട് ആൻഡ് ലീഫ് ഇൻസെക്ട്. അത് അവരുടെ പേര് പറയുന്ന പോലെ തന്നെ കണ്ടാൽ അത് ലീഫുമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. വി കാനോട്ട് ഐഡന്റിഫൈ ദം. ഓക്കെ, ദ സീ അർച്ചിൻ ഈസ് ജസ്റ്റ് 3 to 10 centimeter long but can kill a shark. Its body is covered with spiny points. When a shark swallows it, it curls itself into a deadly spiny bone. The bones and eats its way out to the and shark's stomach and escape. കണ്ടോ അവരുടെ ബുദ്ധി കണ്ടോ? അതിനകത്തും ഉണ്ട് വൺ വേർഡ് ഉണ്ട്, ഷോർട്ട് ആൻസർ ഉണ്ട്, ഹെൽപ്പ് ട്രൂ ഓർ ഫോൾസ് ഉണ്ട്. ഓക്കെ, ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതേണ്ടതൊക്കെ ഉണ്ട്, തിങ്ക് ആൻഡ് ആൻസറും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഈസ് food and digestion. Food and digestion, it is very simple. Nutritions in food, carbohydrate, fats, vitamin and minerals. പിന്നെ എങ്ങനെയാണ് ന്യൂട്രീഷൻസ് കിട്ടുന്നത്? ഏതിന്റെ എക്സാമ്പിൾ? ഓരോ എക്സാമ്പിൾ എഴുതാം. ഫാറ്റ് ഗീവ് us more energy. Sugar and starch are 2 types of carbohydrates. Then vitamin help our body to fight against diseases. Minerals help in the formation of bones, teeth and blood. Then body building food എന്താണ്?
പ്രോട്ടീൻസ് ആണ് ബോഡി ബിൽഡിംഗ് ഫുഡ്. ദെൻ എനർജി ഗീവിംഗ് ഫുഡിന് എക്സാമ്പിൾ, ദെൻ ബോഡി ബിൽഡിംഗ് ഫുഡിന് എക്സാമ്പിൾ ഒക്കെ പഠിച്ചു നോക്കാം. പിന്നെ എന്താണ് പ്രൊട്ടക്റ്റീവ് ഫുഡ്, അതിന് എക്സാമ്പിൾ പഠിക്കാം. എന്താണ് വാട്ട് ഈസ് മീൻ ബൈ ബാലൻസ്ഡ് ഡയറ്റ്? ടോഷിൻ എന്താ അവിടെ പരിപാടി? ഓക്കെ, ബാലൻസ്ഡ് ഡയറ്റ് എന്താണ്? എ ബാലൻസ്ഡ് ഡയറ്റ് ഹാസ് ദ റൈറ്റ് എമൗണ്ട് ഓഫ് ഓൾ ദ ന്യൂട്രീഷൻസ്. നമുക്ക് വേണ്ട എല്ലാ ന്യൂട്രീഷൻസും കൃത്യമായ അളവിൽ ചേർന്ന ഭക്ഷണത്തിനാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയാം. ഓക്കെ, അതുപോലെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഉണ്ടാവും, വൺ വേർഡ് ഉണ്ടാവും, മാച്ച് ദ ഫോളോയിങ് ഉണ്ടാവും, ദെൻ അൺസ്ക്രാബിൾ ലെറ്റേഴ്സ് ഉണ്ടാവും, ദെൻ നെയിം ദ ഫോളോയിങ് ഉണ്ടാവും. അങ്ങനെ 6-7 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരും കേട്ടോ. 50 മാർക്സിലാണ്. ക്ലിയർ? അപ്പോൾ പിന്നെ ആൻസർ ദ ഫോളോയിങ് ഉണ്ടാവും, അതിൽ തന്നെ വൺ വേർഡ് ഉണ്ടാവും, അല്ലാതെ 2-3 സെന്റൻസ് ഒത്തിരി എഴുതേണ്ടതുണ്ടാവും. നെയിം ദ ഫോളോയിങ്, മാച്ച് ദ ഫോളോയിങ്, ബ്രാക്കറ്റിൽ സെലക്ട് ചെയ്യാനുള്ളത്, ട്രൂ ഓർ ഫോൾസ്, അൺസ്ക്രാബിൾ ദ ലെറ്റേഴ്സ്, അങ്ങനെ ഒരു 7 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. അടുത്തത് ഡൈജഷൻ ഓഫ് ഫുഡ്. അപ്പം ഓരോ പാഠം പഠിക്കുമ്പോഴും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഞാൻ കുറച്ച് വലിയ ക്ലാസ്സിലെ കുട്ടികളെ കൊണ്ടാകുമ്പോൾ സ്വയം ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാറുണ്ട്. ഓക്കെ, സ്വയം ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിക്കും. ഇതെല്ലാം പറഞ്ഞിട്ട് ഇതുപോലെ ഓരോ പാഠത്തിൽ നിന്നും നിങ്ങൾ സ്വയം ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാൻ പറ്റുന്ന രീതിയിൽ, മാച്ച് ദ ഫോളോയിങ് ചെയ്യാൻ പറ്റുന്നത്, വൺ വേർഡ് ചെയ്യാൻ പറ്റുന്നത്, നെയിം ദ ഫോളോയിങ് ചെയ്യാൻ പറ്റുന്നത്, പിന്നെന്താണ് ആൻസർ ദ ഫോളോയിങ് ചെയ്യാൻ പറ്റുന്നത്, അൺസ്ക്രാബിൾ ചെയ്യാൻ പറ്റുന്നത്. ഈ രീതിയിലെല്ലാം ഒരു പാഠം പഠിക്കുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക, ആൻസർ ഉണ്ടാക്കുക. പിന്നെ പരീക്ഷയ്ക്ക് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ ആൻജോ. ഓക്കെ, ഇനി ദ പ്രോസസ് ഓഫ് ഡൈജഷൻ. എന്താണ് ഡൈജഷൻ? അതിനകത്ത് ഇമ്പോർട്ടന്റ് ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഫുഡ് പൈപ്പ്, സ്റ്റൊമക്ക്, ഇൻഡസ്റ്റൈന്, ലാർജ് ഇൻഡസ്റ്റൈൻ, ലിവർ, പാൻക്രിയാസ്. ഓക്കെ, പിന്നെ പ്രോപ്പർ ടിപ്പ് ഫോർ ഡൈജഷൻ, എങ്ങനെയാണ് നല്ല രീതിയിൽ ഭക്ഷണം ദഹിക്കുന്നത്. തിങ്സ് ടു റിമെമ്പർ വൈൽ കുക്കിംഗ്, കുക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്. പിന്നെ പ്രിസർവേഷൻ ഫുഡ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? പ്രിസർവിംഗ് ഫുഡ് എന്താണ്? പ്രിസർവേഷൻ ഫുഡ് അതിൻ്റെ അകത്ത് തന്നെ ടിക്ക് ദ കറക്റ്റ് ആൻസർ ഉണ്ട്. അതൊക്കെയാണ് നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് എഴുതാൻ വരുന്നത്. അതുപോലെ നെയിം ദ ന്യൂട്രീഷൻസ്, ആരൊക്കെയാണ്? ബോഡി ബിൽഡിംഗ് ഫുഡ് ഏതൊക്കെയാണ്? എനർജി ഗീവിംഗ് ഫുഡ് ഏതാണ്? ഫാറ്റ് ഗീവിംഗ് ഫുഡ് ഏതാണ്? ഫാറ്റ് കൊണ്ടുള്ള ഉപയോഗം എന്താ? ഇതൊക്കെയുണ്ട്. മാച്ച് ദ കോളംസ്. പിന്നെ വായിലെ ഡൈജസ്റ്റീവ് ലിക്വിഡ് ഏതാണ്? പിന്നെ ഭക്ഷണം കുറെ നാളത്തേന് കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് പറയുന്ന പേരെന്താണ്? എന്തുകൊണ്ടാണ്? വൈ വി നീഡ് ഫുഡ്. പിന്നെ നെയിം എനി 3 ഫുഡ് ഐറ്റം വിച്ച് കണ്ടെയ്ൻ സ്റ്റാർച്ച്. നെയിം എനി 4 സോഴ്സ് ഓഫ് വിറ്റാമിൻസ് ആൻഡ് മിനറൽസ്. വാട്ട് ഈസ് എ ബാലൻസ്ഡ് ഡയറ്റ്. ഇതൊക്കെ ക്ലിയർ ആയിട്ട് എഴുതി പഠിക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആയിട്ട് അത് എഴുതി പഠിക്കാം. ഈ അവസാന ഭാഗങ്ങളിൽ അടുത്ത ടീത്ത് ആൻഡ് മൈക്രോബ്സ്, അതിൽ പല്ലുകൾ, പലതരം പല്ലുകൾ ഏതാണ്, ആ ഓരോന്നിന്റെ ഉപയോഗം എന്താണ്, അതിന്റെ സ്ട്രക്ചർ എന്താണൊക്കെ പറഞ്ഞു വരുന്നു. ഓക്കെ, പിന്നെ ഇന്നിപ്പം മൈക്രോബ്സ് പഠിച്ചില്ലേ, ഓരോ രോഗങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നത്. വളരെ കുറച്ചേ ഉള്ളൂ അല്ലെ. നമ്മൾ 6 ചാപ്റ്റേഴ്സും എടുത്തു, 5 ചാപ്റ്റേഴ്സ് 6ന്റെ നോട്ടും തന്നു. അതിന്റെ ഒരു ചാപ്റ്ററിനെ വെച്ച് ബാക്കി എല്ലാത്തിനെയും ക്ലാസ് ടെസ്റ്റ് നടത്തി. എല്ലാം നല്ല രീതിയിൽ പ്രിപ്പയർ ആയിട്ടുണ്ട്. മിസ് പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ ഫോളോ ചെയ്തവർക്ക് എക്സാം വളരെ ഈസി ആയിരിക്കും. ഓക്കെ, അന്നേരം മടി പിടിച്ച് കല്യാണത്തിന് പോയി, അവിടെയും പോയി ഇവിടെയും പോയി, പിന്നെ അല്ലേ എന്നല്ലേ വളരെ കുറച്ച് മാത്രം ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഒക്കെ വരുന്ന കുട്ടികൾക്ക് പഠിച്ചാൽ തീരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ മിസ്സുമാർ പറയുന്ന രീതിയിൽ അതിനെ ഫോളോ ചെയ്തവർക്ക് ഇറ്റ് ഈസ് വെരി സിമ്പിൾ, വളരെ ഈസിയാണ്. ഓക്കെ, അതുകൊണ്ട് റീഡ് ചാപ്റ്റേഴ്സ് 2 or 3 times. യു ഷുഡ് റീഡ്. ഓക്കെ, പാഠം വായിച്ചിരിക്കുക. ഓരോന്നിന്റെ സ്പെല്ലിങ് തെറ്റാൻ പാടില്ല, സ്പെല്ലിങ് കൂടെ എഴുതി പഠിക്കുക. അതിന് ഒന്നത്തെ പാഠം വായിക്കുക. അതിൽ മിസ് ക്ലാസ് ടെസ്റ്റ് ഇട്ടത് നിങ്ങൾ തന്നെ ഒന്നുകൂടെ ചെയ്ത് നോക്കുക. അതിനുകൊണ്ടാണ് മിസ് പറയുന്നത് നിങ്ങൾ ക്വസ്റ്റ്യനും കൂടെ എഴുതണം എന്ന്. ഓക്കെ, ക്വസ്റ്റ്യനും കൂടെ എഴുതി വെക്കുകയാണെങ്കിൽ ഇനി പഠിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾക്ക് അന്ന് അറ്റൻഡ് ചെയ്യാം. നിങ്ങൾ എത്രമാത്രം, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിലയിരുത്താം, മറ്റുള്ളവരല്ല നോക്കണ്ടേ. കേട്ടോ ടോഷിനെ? ചോർണാനൊക്കെ ആയി, ക്ഷീണമൊക്കെ വരുന്നു, കൈയൊക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, മിസ്സിന് മനസ്സിലായി കേട്ടോ. ആൻജോയെ, ഷഹ്മാക്കെ വീഡിയോ ഓൺ ചെയ്തേ. ഓക്കെ, അപ്പോൾ പിന്നെ ഓരോ പാഠം പഠിക്കുക, അതിന്റെ എക്സാം ഇട്ടത് ഒന്നും കൂടെ അറ്റൻഡ് ചെയ്യുക, ബാക്കിയെല്ലാം ഒന്ന് എഴുതി നോക്കുക കേട്ടോ. ഇനി പഠിക്കാൻ എളുപ്പം വേറൊരു മെത്തേഡാണ്, നിങ്ങൾ തന്നെ ഓരോ ചാപ്റ്ററിനും ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക, ആൻസർ കീ ഉണ്ടാക്കുക. അപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ആകെ 10 മിനിറ്റ് മാത്രമേ റിമൈനിങ് ഉള്ളൂ. മിസ് അൺമ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക്
പിന്നെ ഓക്കെ, നിങ്ങൾക്ക് സംശയം ഉണ്ടോ ചോദിക്കാം. ഓക്കെ, ചോദിച്ചോളൂ. ആർക്കാ എന്തെങ്കിലും ഡൗട്ട് ഉള്ള? 10 മിനിറ്റ് ഉണ്ട്, എന്ത് സംശയം വേണം ചോദിക്കാം. 27 പാർട്ടിസിപ്പന്റ്. അതിൽ രാവിലെ കയറാത്ത കുട്ടികള് 4th ക്ലാസ് അല്ലേ ഇത്? 4th റിലു അതിനെ വിളിച്ച് പറഞ്ഞിരുന്നു. അജിസല് പിന്നെ കാണാനേ ഇല്ല. മുഹമ്മദ് ഷെസിൻ EKP ഇപ്പം കേറിയിട്ടുണ്ടോ? മുഹമ്മദ് ഷെസിൻ EKP എവിടെയെങ്കിലും ഉണ്ടോ? മുഹമ്മദ് ഷെസിൻ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? ഷാനാണോ? ഷെസിൻ തന്നെ അല്ലല്ലോ, ഷാൻ വേറെ അല്ലേ? ഷാൻ അല്ലല്ലോ. മുഹമ്മദ് ഷെസിൻ EKP ആണ് വേണ്ടത്. ഓക്കെ, ഷഹ്മാക്കെ കൃത്യമായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം കേട്ടോ. എന്റെ ക്ലാസ്സിൽ ഏറ്റവും കുറഞ്ഞ അറ്റൻഡ് ചെയ്ത കുട്ടി നീയാണ്. ഓക്കെ, ഇനി ആർക്കും ഒരു സംശയമില്ലേ മക്കളെ? ഒരു സംശയമില്ലേ? അലൻ ഇപ്പോഴാണോ പ്രസന്റ് അടിച്ചു പറ്റിയത്? എന്ത് പറ്റി അലൻ ബി സാംസൺ? എന്താ ലേറ്റ് ആയി പോയേ? പറഞ്ഞിട്ടുണ്ടല്ലോ, നേരത്തെ ഇൻഫോം ചെയ്തിട്ടില്ല എങ്കിൽ ക്ലാസ്സിൽ കയറിയാൽ ക്ലാസ്സിന് ക്വിറ്റ് ചെയ്ത് റീസൺ സാറിനെ ബോധിപ്പിച്ച ശേഷം മാത്രമേ വീണ്ടും ക്ലാസ്സിൽ കയറാൻ പാടുള്ളൂ. ഓക്കെ, ഷെസിനുണ്ടോ? ഓക്കെ, രാവിലത്തെ ക്ലാസ്സിൽ എന്താണ് ഷെസിനുണ്ടായിരുന്നോ? രാവിലത്തെ ക്ലാസ്സിൽ ഷെസിൻ EKP ഉണ്ടായിരുന്നോ? മുഹൻ ഷാൻ ടു എവരിവൺ. ഈ ഷാൻ തന്നെയാണോ ഇത്? ഓക്കെ, എയ്മി, ജൊഹാന, ആരാധ്യ, മുഹമ്മദ് ഷാൻ. കണ്ടു. സെക്കൻഡ് ചാപ്റ്റർ 3. ഓക്കെ, ആർക്കും സംശയമൊന്നുമില്ലേ മക്കളെ? ഓക്കെ, ജൊഹാന റെഡി ആയിട്ട് ഇതിപ്പുണ്ട്. എന്താ അൺമ്യൂട്ട് ചെയ്തോ മോളെ? അൺമ്യൂട്ട് ചെയ്തോ. എന്ത് പറ്റി? എനിക്ക് ഡൗട്ട് അല്ല. പിന്നെ എന്നതാടാ? മിസ് സാറ്റർഡേ എക്സാം പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. എനിക്ക് കേറാൻ പറ്റില്ല. അതിന് ഞങ്ങള് പപ്പന്റെ അമ്മേന്റെ വീട്ടിൽ പോകും, അവിടേക്ക് വരും. കാസർഗോഡ് ഇപ്പൊ ഉള്ളത്, അതുകൊണ്ട് കേറാൻ പറ്റില്ല. അത് പറയാനാ. അപ്പൊ എന്നാ ഒരു പരിഹാരം? എന്നാ അതിനൊരു പരിഹാരം വേണമല്ലോ. അത് പ്ലാൻ A, പ്ലാൻ B എന്താ? അതിനൊരു പരിഹാരം പറ. എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടല്ലോ. എങ്ങനെ പരിഹരിക്കാം? ഏതായാലും എക്സാം എഴുതാതിരിക്കാന്ന് പറഞ്ഞാൽ അടുത്ത തിങ്കളാഴ്ച എന്തായാലും എക്സാം എഴുതാൻ തുടങ്ങണ്ടേ? വേണമല്ലോ. അല്ലെങ്കിൽ ഒരു ദിവസമല്ലേ മുമ്പുള്ളൂ ഇത്. അപ്പൊ എന്ത് ചെയ്യും ജോഹാന? അൺമ്യൂട്ട് ചെയ്തേ. എന്തോ ചെയ്യാനാ? ആലോചിച്ച് സ്വയം കണ്ടെത്ത എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. മോളുടെ സാഹചര്യം മിസ്സിന് അറിയത്തില്ലല്ലോ. എന്താ ജോയലിന് എന്താ പ്രശ്നം? അൺമ്യൂട്ട് ചെയ്തേ. മിസ്സേ, ശനിയാഴ്ച നിന്റെ ചേച്ചി പറഞ്ഞു വിടണ്ട, തിങ്കളാഴ്ച വേറെ പരീക്ഷ തുടങ്ങുന്നുണ്ട്, പഠിക്കാൻ തുടങ്ങാൻ പോവാണെന്ന്. നിന്റെ എക്സ്ക്യൂസ് എന്താടാ? ശനിയാഴ്ച എന്നെ 2 ശനിയാഴ്ചക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഉണ്ട്, നമുക്ക് പ്രത്യേകതയുണ്ട്. നമ്മളേതായാലും ഒക്ടോബർ ഗാന്ധി ജയന്തി നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മിസ് വൈകുന്നേരമാ പറഞ്ഞത്. മടിയൻ. ഞാനൊരു ചൂരലും കൊണ്ട് വരുന്നുണ്ട്. ചേച്ചിക്കിട്ടും അനിയനിട്ടും ഒക്കെ തരും കേട്ടോ. ശനിയാഴ്ച പരീക്ഷ ഇടാൻ പാടില്ല. പരീക്ഷയുടെ 2 ദിവസം മുമ്പ് പരീക്ഷ ഇടാൻ പാടില്ല. എന്തൊക്കെ കണ്ടീഷൻസ് ആടാ? ഇനി വേറെന്തെങ്കിലും ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ആരാധ്യ, നവമി. ഓക്കെ മോളെ, അൺമ്യൂട്ട് ചെയ്തോ. അൺമ്യൂട്ട് ചെയ്തേ. മിസ് ശനിയാഴ്ച പരീക്ഷ പറഞ്ഞിട്ടില്ലേ? അത് എത്ര മണിക്കാ? 7:30 PM, വൈകുന്നേരം 7:30. ക്ലിയർ അല്ലേ?
മിസ്സേ പിന്നെ എല്ലാ ലെസന്റെ തിങ്ക് ആൻഡ് ആൻസർ കഴിഞ്ഞിട്ട് ഡു ആൻഡ് ലേൺ എന്നും പറഞ്ഞിട്ട് കുറെ ആക്ടിവിറ്റീസ് ഇല്ലേ, അതും പഠിക്കണോ പരീക്ഷയ്ക്ക്? ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ മോളെ. പേജ് നമ്പർ പറഞ്ഞേടാ. അത് എല്ലാ ലെസണിലും തിങ്ക് ആൻഡ് ആൻസർ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയായിട്ട് വരാൻ ചാൻസ് ഇല്ല കേട്ടോ, അങ്ങനെ വരില്ല കേട്ടോ. നിങ്ങളത് അറിഞ്ഞിരിക്കണം എന്തായാലും. ഓക്കെ, എന്തായാലും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പരീക്ഷയ്ക്ക് അങ്ങനെയൊന്നും വരാനുള്ള. ഷഹുമാക്കെ എന്താ വീഡിയോ ഓഫ് ആയത്? ഷഹുമാക്കെ കാണുമ്പോൾ വളരെ സന്തോഷമാണ്, വളരെ റയറായിട്ട് കാണാൻ കിട്ടുന്ന കുട്ടിയാ. ഓക്കെ, സഫ, ആവണി, അലൻ, ദെൻ സാമുവൽ. എന്ത് പറ്റി സാമുവലെ? എത്ര പാഠം ഉണ്ടായിരിക്കും? എത്രാം പാഠത്തില് നമ്മുടെ ലാസ്റ്റ് 6th ചാപ്റ്റർ ഇന്ന് എടുത്തില്ലേ, ആ ചാപ്റ്ററിന്റെ ക്ലാസ് ടെസ്റ്റ് അല്ലേ ഇനി നമുക്ക് ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം കഴിഞ്ഞതല്ലേ? നോട്ട് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടല്ലോ. ഇനി ആർക്കും ഒരു ഡൗട്ടും ഇല്ല അല്ലേ? ഷെസിനെ, ഇതല്ലേ മുഹമ്മദ് ഷെസിൻ അല്ലേ? ഷാനല്ലേ നേരത്തെ കഴിഞ്ഞ? ഷെസിനെ മോൻ രാവിലെ ക്ലാസ്സിലുണ്ടായിരുന്നോ? അൺമ്യൂട്ട് ചെയ്തേ, അൺമ്യൂട്ട് ചെയ്തേ. മുഹമ്മദ് ഷെസിൻ രാവിലത്തെ ക്ലാസ്സിലുണ്ടായിരുന്നോ? കേൾക്കത്തില്ല മിസ്സിന്, കേട്ടില്ല. ചാറ്റ് ബോക്സിലിട്ടെ. രാവിലത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നോ ഇല്ലയോ? ഞാൻ ക്ലാസ്സിൽ കയറിയപ്പോൾ മുതൽ അന്വേഷിച്ചുകൊണ്ടിരുന്ന മുഖമാണത്. അതിന് ഷാൻ എന്നോട് കുറെ സമയം കയ്യോർത്തെ കാണിച്ചു. ഷാൻ എന്തേടാ? ഷെസിന് മ്യൂട്ടിലാണ് ചെയ്തോ, സംസാരിക്കാൻ പറ്റും, പറഞ്ഞോ. എന്തുകൊണ്ടാണ് രാവിലത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാതിരുന്നത്? പനിയാണോടാ? ഇപ്പം പനി കുറഞ്ഞോ? പരീക്ഷ വരുമ്പോഴത്തേക്ക് പനീനെയൊക്കെ ദൂരെ കളയണം കേട്ടോ. അപ്പൊ ടാറ്റ, എല്ലാവരും നന്നായി പഠിക്കുക. ഓക്കെ, എന്താണ് അലന് സംശയം? അലനെ എന്ത് പറ്റി മോനെ? അൺമ്യൂട്ട് ചെയ്തേ. ക്ലാസ്സിൽ ലേറ്റ് ആയിട്ട് കയറിയത്, ഒരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നേ, അതിന് പോയതാ. എന്നിട്ട് ഇപ്പൊ അറ്റൻഡൻസ് മാർക്ക് ചെയ്തോ? ഓക്കെ, ജോയൽ ജോസഫിന് എന്താണ് പ്രശ്നം? മിസ് എപ്പോഴാ പരീക്ഷ? 7:30 PM കമ്മിങ് സാറ്റർഡേ. ഒരു എക്സ്ക്യൂസ് നീ പറയണ്ട, പരീക്ഷ എഴുതിയേ പറ്റൂ. ഓക്കെ, എന്നോട് ദേഷ്യപ്പെടണ്ട. ഓക്കെ, അപ്പൊ ടാറ്റ, ബൈ ബൈ, സി യു. എല്ലാവരും നന്നായി പഠിക്കൂലേ? നന്നായി പഠിക്കോ മക്കളെ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിക്കാം കേട്ടോ. എവിടെയെങ്കിലും മനസ്സിലാവാത്തതോ സംശയമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതില് 1 to 6 ചാപ്റ്റേഴ്സിന്റെ നോട്ടെല്ലാം ക്ലിയർ ചെയ്യുക. എക്സാംസ് എല്ലാം മുന്നോട്ട് എഴുതി നോക്കുക. പാഠങ്ങൾ നന്നായി വായിച്ച് നല്ല മക്കളായിട്ട് എക്സാമിന് റെഡി ആവുക കേട്ടോ. നിങ്ങൾക്ക് വൈകുന്നേരം അല്ലേ 3rd സ്റ്റാൻഡേർഡിന്, 4th സ്റ്റാൻഡേർഡിന് 10 മണിക്കാണ് അല്ലേ? എപ്പോഴാണെന്ന് നോക്കിയാൽ മിസ് ടൈം ഓർക്കുന്നില്ല. ടാറ്റ, ബൈ ബൈ, സി യു.